തെരുവിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസിന്റെ ഓരോ സംസ്ഥാനത്ത് എങ്ങും വി ഡി സതീശൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. വി ഡി സതീശനെ അനുകൂലിച്ച് തിരുവനന്തപുരത്ത് നടന്ന പ്രകടനം സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ തിങ്ങി നിറഞ്ഞ വി ഡി അനുകൂലികൾ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടു. പട നയിച്ചവൻ നാടു നയിക്കട്ടെ എന്ന പ്ലക്കാർഡുകൾ അവർ ഉയർത്തി. കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സ് ബോർഡുകൾ അവർ കീറിയെറിഞ്ഞു. എന്നോടൊപ്പം ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ കുര്യൻ, ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം എന്താണ്? പ്രതിഷേധം ഏത് തരത്തിലാണ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് കാണാൻ കഴിഞ്ഞത്? കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന നിർണായകമായ ചോദ്യത്തിന് ഉത്തരം തേടി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, അതോടൊപ്പം രമേശ് ചെന്നിത്തല, അതോടൊപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഇവർ ഡൽഹിക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വലിയ തരത്തിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വി ഡി സതീശന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രകടനം നടന്നിരിക്കുന്നത്. വലിയ വൈകാരികമായ പ്രകടനങ്ങളാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏത് വിധേനയും വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കണം, അതിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളികളുമായിട്ടായിരുന്നു ഈ പ്രതിഷേധം അരങ്ങേറിയത്. പക്ഷേ ഹൈക്കമാൻഡ് ഈ പ്രതിഷേധങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ ജനക്കൂട്ടം ഇന്ന് തിരുവനന്തപുരത്ത് പ്രതിഷേധിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ മറ്റിടത്തേക്ക് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖർഗെയുടെ വസതിക്ക് മുന്നിലും ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ലേശം ഉളുപ്പുണ്ടെങ്കിൽ ജനവിധിയെ മാനിക്കണം എന്ന ഫ്ലെക്സ് ബോർഡാണ് അവിടെ ഉയരുന്നത്. നിരീക്ഷകർ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്ത് പ്രവർത്തകർ പുറത്ത് ഫ്ലെക്സ് ബോർഡ് ഉയർത്തുകയാണ്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ പ്രതിഷേധ പ്രകടനം വ്യാപിക്കുമോ ഡാൻ? അത് എത്ര രൂക്ഷമായി വ്യാപിക്കുമെന്നാണ് ഡാൻ കരുതുന്നത്? കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം തെരുവിലേക്ക് പടർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് വൈകാരികമായ ഒരു തലം കൈവരുന്നതും. MLA-മാരുടെ ഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ കെ സി വേണുഗോപാലിനാണ് എന്നത് സാങ്കേതികമായി കെ സി വേണുഗോപാലിന് അനുകൂലമായൊരു സാഹചര്യം നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ വലിയ പ്രതിഷേധം ഇപ്പോൾ തെരുവിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്നത് ജനതാൽപര്യത്തിന് വിരുദ്ധമാണെന്ന് പ്രവർത്തകർ വലിയ തോതിൽ അവിടെ ആരോപിക്കുന്നത് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കെ സി വേണുഗോപാലിനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ ഉന്നയിക്കുന്നുണ്ട്. ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സാഹചര്യം നമ്മൾ ഇന്ന് കണ്ടതാണ്. മുഖ്യമന്ത്രി ആരാകണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കം കനക്കുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം പെട്ടുകൊണ്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മാഹുതിക്ക് വരെ ആളുകൾ ശ്രമിക്കുന്നു. ഫ്രാൻസിസ് എന്നയാളാണ് അത്തരത്തിൽ ശ്രമിച്ചത്. ഇയാളെ പിന്നീട് പോലീസ് എത്തി അനുനയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഡാൻ, ഇതാണ് ചോദ്യം. അത് വ്യാപിക്കുമോ? കൂടുതൽ ശക്തമാകുമോ? പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും അധികം MLA-മാരുടെ പിന്തുണ ലഭിക്കുന്നയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും പതിവ് രീതി. അത് വച്ച് നോക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാലിന് വലിയൊരു വിഭാഗം MLA-മാരുടെ പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അവിടെയാണ് വി ഡി സതീശൻ ക്യാമ്പിൽ ആശങ്ക പടർന്നത്. ആ ആശങ്കയാണ് സൈബർ ഇടങ്ങളിലെ വി ഡി അനുകൂല മുദ്രാവാക്യം വിളികളിൽ നിന്ന് തെരുവിൽ വി ഡി സതീശൻ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന പ്ലക്കാർഡുകളുമായി തെരുവിൽ പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ മാറിയിരിക്കുന്നത്. AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സിന് മുകളിൽ കരിയോയിൽ വെച്ചുകൊണ്ട് ആ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറി പ്രതിഷേധം വൈകാരികമായ ഒരു തരത്തിലേക്ക് വരെ കടന്നിരിക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും പ്രതിഷേധം അവസാനിപ്പിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ വി ഡി അനുകൂലികൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഇതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് നിർണായകം. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് കെ സി വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രകടനം നടത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അത്തരമൊരു പ്രകടനം ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് വിവരം. ഒരുപക്ഷെ അത് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് വിലക്കിയതാക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തെരുവിലേക്ക് വ്യാപിച്ച ഈ പ്രതിഷേധത്തിന് വി ഡി സതീശന് വില കൊടുക്കേണ്ടി വരുമോ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലെന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. മനു,
യെസ്, അതാണ് ഡാൻ. ഒരുപക്ഷെ ഈ തീരുമാനം ഈ ജനങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യം അംഗീകരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായും MLA-മാരുടെ എണ്ണം കൂടുതൽ കെ സി വേണുഗോപാലിനൊപ്പമാണ്. ഹൈക്കമാൻഡിൽ കൂടുതൽ സ്വാധീനം കെ സി വേണുഗോപാലിനാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ കൂടുതൽ സ്വാധീനം കെ സി വേണുഗോപാലിനാണ്. പക്ഷേ കടുത്തുരുത്തി കുറുപ്പന്തറ കവലയിലെ സാധാരണക്കാരനെ മനുഷ്യൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. വി.ഡി. സതീശന് വേണ്ടി, വി.ഡി. സതീശന് അനുകൂലിച്ച് പ്രകടനം ഇടുക്കിയിൽ നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു, ആലപ്പുഴയിൽ നടക്കുന്നു, മറ്റ് പലയിടങ്ങളിലും ഇത് പ്ലാൻ ചെയ്യുന്നു. ഒപ്പം തന്നെ കോഴിക്കോട് പ്രകടനം നടക്കാൻ പോകുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അവഗണിച്ചാണ് ഈ പ്രകടനങ്ങൾ. പലയിടത്തും പ്രകടനങ്ങൾ നടത്തിയവർക്കെതിരെ ഇന്ന് നടപടി വന്നിട്ടുണ്ട്. പലരെയും തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനൊക്കെ അപ്പുറത്തേക്ക് നടപടി വന്നോട്ടെ എന്ന ഒരു നിലപാട് കോൺഗ്രസ് പ്രവർത്തകരിൽ ഉണ്ടാകുമ്പോൾ ഇത് രമ്യമായി പരിഹരിക്കാൻ കഴിയും കെ സി വേണുഗോപാലിന് എന്ന് കരുതേണ്ടതുണ്ടോ ഡാൻ? അത്ര ഈസിയായി പറന്നിറങ്ങാൻ കഴിയില്ല വേണുഗോപാലിന്. അത് വ്യക്തമാക്കുന്നതാണ് പരസ്യമായി തെരുവിൽ അലയടിക്കുന്ന ഈ പ്രതിഷേധം. അങ്ങനെയെങ്കിൽ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് ഈ കാര്യങ്ങൾ എത്തും. കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടെ മറ്റൊരാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്ന വളരെ അപ്രതീക്ഷിതമായ നാടകീയമായ നീക്കങ്ങൾക്കായിരിക്കും കോൺഗ്രസ് ആസ്ഥാനം വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കുക. 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്നിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതിന് മുന്നോടിയായാണ് രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും സണ്ണി ജോസഫിനെയും ഹൈക്കമാൻഡ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ ഒരുപക്ഷെ അവർ പ്രധാനപ്പെട്ട നേതാക്കളുമായി അവിടെ കൂടിക്കാഴ്ച നടത്തിയേക്കും. അതല്ല എങ്കിൽ നാളെ മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും കൂടിക്കാഴ്ച വാക്യം അവിടെ ഉരുത്തിരിയും. ഒരുപക്ഷെ ഒരു സമവായത്തിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും. ഏതായാലും 102 സീറ്റുമായി എത്തിയ കോൺഗ്രസിന്റെയും UDF-ന്റെയും ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമാണ് ഇത് എന്ന് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ആദ്യഘട്ട നടപടികൾ പൂർത്തിയായിരിക്കുന്നുവെന്ന് വി.ഡി. സതീശൻ തന്റെ ഫേസ്ബുക്കിലൂടെ പറയുന്നു. 2ാം ഘട്ട നടപടികളിലേക്കാണ് AICC കടന്നിരിക്കുന്നത്. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ് എന്ന് വി.ഡി. സതീശൻ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഫേസ്ബുക്കിൽ വി.ഡി. സതീശന്റെ പരാമർശം. തേരിഞ്ഞിരിഞ്ഞ് നടത്തുന്ന പ്രകടനങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് UDF പ്രവർത്തകർ പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് വി.ഡി. സതീശന്റെ ഫേസ്ബുക്കിലെ വാക്കുകൾ. ഇവിടെ എന്നോടൊപ്പം ഡാനി പോൾ കൂടി ചേരുന്നു. എറണാകുളത്ത് നിന്ന് ഡാനി, കൊച്ചിയിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം എന്താണ്? സതീശൻ ക്യാമ്പ് എത്ര രോഷാകുലരാണ്? മനു ഇപ്പോൾ എറണാകുളത്ത് പ്രകടനം നടത്തുകയാണ്. എറണാകുളത്ത് വൈപ്പിനിലും അതോടൊപ്പം തന്നെ കുണ്ടന്നൂരും ഇപ്പോഴിതാ ആലുവ കീഴ്മാടും കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി തന്നെ തെരുവിലേക്കായി എത്തിയിരിക്കുന്നു എന്നതാണ്. അവരുടെ ബാനറിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, RC-യും KC-യും വേണ്ട, നമ്മൾക്ക് വേണ്ടത്, കേരളത്തിന് വേണ്ടത് BDS ആണ്, ഒറ്റ പേരാണ് എന്നത് അത് അവർ എഴുതി ചേർത്തിരിക്കുന്നു. ആ ബാനറുമായാണ് ഇപ്പോൾ പ്രകടനം മുന്നോട്ട് പോകുന്നത്. കൃത്യമാണ് ചുവരെഴുത്തുകൾ. ഈ വരുന്ന പ്രകടനം പല ഭാഗങ്ങളിലും തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക ഗാനങ്ങളുമെല്ലാം തയ്യാറാക്കിക്കൊണ്ട് വി.ഡി. സതീശന് അഭിവാദ്യം പറഞ്ഞുകൊണ്ട്, മറ്റൊന്നും തങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ മിന്നുന്ന വിജയത്തിന് വി.ഡി. സതീശൻ മാത്രമാണ് അതിനൊരു കാരണക്കാരൻ. അദ്ദേഹത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.